ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കോവയ്ക്ക ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മളെ മക്കളൊക്കെ ഇന്ന് മുതൽക്ക് സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ. ഇന്ന് മുതൽക്ക് ഇനി സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പം മക്കൾക്ക് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ നമുക്ക് കോവയ്ക്ക ഫ്രൈ ഒക്കെ കൊടുത്തയക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് കോവയ്ക്ക വാങ്ങിക്കൊണ്ടുവന്നു. കുറച്ച് കോവയ്ക്ക വാങ്ങിയിട്ടുള്ളൂ ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ കോവയ്ക്ക ഫ്രൈ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇതാ കുറച്ച് കോവയ്ക്ക കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണം. നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുക പറഞ്ഞാൽ ആ വെള്ളം ഒന്ന് വാർന്നു പോകുന്ന രീതിയിൽ. കോവയ്ക്ക നമുക്കിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ കോവയ്ക്ക ഇതാ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ, നല്ല കാലാവസ്ഥയാണ് ഇന്ന്. ഇതാ നമ്മളെ വഴുതനങ്ങയുടെ മരമാണ് കേട്ടോ. വഴുതനങ്ങ ഇതാ ചെറിയ വഴുതനങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇതാ 2 എണ്ണമാണ് കാണുന്നത്. ഇതാ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതെൻ്റെ പച്ചമുളകാണ്. പച്ചമുളക് ബക്കറ്റിലാണ്. നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കാം. വെയിൽ എവിടെയാണോ അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. പച്ചക്കറിയൊക്കെ ഒരുപാട് കുഴിച്ചിടണമെന്നുണ്ട്, സ്ഥലമില്ല. പിന്നെ ഇവിടെ നമ്മൾ അലക്കുന്ന കല്ലും എല്ലാം കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ കവറിലാക്കി വെച്ചാലും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ. കോവയ്ക്ക ഒന്ന് വെയിലത്ത് വെച്ചെടുക്കാം. കിണറുമ്പിൽ നല്ല വെയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒന്ന് വാർന്നു പോകുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വേദുട്ടി ഇതാ സ്കൂളിൽ പോവാൻ റെഡിയായി ഇറങ്ങുകയാണ്. അങ്ങനെ പുതിയ ചെരുപ്പും പുതിയ ഡ്രസ്സും പുതിയ ബാഗും ഒക്കെ ഇട്ട് അവൾ സ്കൂളിലേക്ക് പോവുക കേട്ടോ. ഇനി 6ാം ക്ലാസ്സിലേക്കാണ്. സ്കൂൾ വീടിന് എടുത്തുവാണ്, എന്നാലും ഒറ്റയ്ക്ക് പോകില്ല കേട്ടോ. അവൾക്ക് വൈകുന്നേരം അച്ഛൻ കൂട്ടി കൊണ്ടുവരണം, രാവിലെ അച്ഛൻ കൊണ്ടാക്കണം. ടാറ്റാ. പോണ വഴിക്ക് അവിടെ അച്ഛമ്മയ്ക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് പോയത്. നമ്മളെ കോവയ്ക്ക ചൂടാക്കി വെയിലത്തിട്ട് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തു. അവൾ വരുമ്പോഴത്തേന് നമുക്ക് ചോറൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതിന് ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കും കേട്ടോ. ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മസാല കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് മസാല തേച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ മസാലയൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ നമുക്ക് വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഫ്രൈ ഇതാ ഏകദേശം ആയോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കോവയ്ക്ക ഫ്രൈ റെഡി ആയി കേട്ടോ. അങ്ങനെ നമ്മളെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം മതി നമുക്കിത് തയ്യാറാക്കാൻ. നമ്മളെ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളിലേക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് കഴിയും. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഉണ്ടാക്കാത്ത ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.